ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവമായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം 6ാം പതിപ്പിനുള്ള മുന്നൊരുക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരുമിച്ചിരുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കാനും അക്ഷരോത്സവത്തിന്റെ 6ാം പതിപ്പ് കൂടുതൽ മികച്ചതാക്കാനുമുള്ള കൂട്ടായ്മയിലേക്ക് സാഹിത്യം, കല, രാഷ്ട്രീയം, സാമൂഹികം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത്. ഫെസ്റ്റിവൽ ക്യൂറേറ്റർ PK രാജശേഖരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MBIFL ഫെസ്റ്റിവൽ ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ MV ശ്രേയാംസ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കഴിയുന്നത്ര നല്ല എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകരും സ്പീക്കേഴ്സിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൽ ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു മേളയല്ല. കാരണം ഇവിടെ വരുന്നവർ ഇതിനു വേണ്ടി വരുന്നവരാണ്. മന്ത്രി V ശിവൻകുട്ടി, ശശി തരൂർ MP, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ 6ാമത് അക്ഷരോത്സവത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. MBIFL ശക്തി പറയുന്നത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. ബുക്ക് സ്റ്റോൾസിലും നിറയെ എപ്പോഴും ആൾക്കാരെ കാണാം. അപ്പോൾ ശരിക്ക് ഒരു അക്ഷരോത്സവമാണ്, പക്ഷേ അക്ഷരത്തിന് അതീതമായിട്ട് ഒരു ഫെസ്റ്റിവലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായ ഇടപെടലാണ് മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ അക്ഷരോത്സവം മികച്ചതാക്കാനുള്ള എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന് സാഹിത്യ ലോകത്തു നിന്നുള്ളവരും പറഞ്ഞു. കഴിഞ്ഞ 2 പ്രാവശ്യമാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഈ 2 പ്രാവശ്യവും എനിക്കും മാതൃഭൂമിക്കും ഇതിൻ്റെ ആസ്വാദകർക്കും സന്തോഷകരമായ പരിപാടികളായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പോൾ ഭംഗിയായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. 2025 ഫെബ്രുവരി 6 മുതൽ 9 വരെ തിരുവനന്തപുരം കനകക്കുന്നിലാണ് MBIFL 25. ലോകത്തിലെ എല്ലാ വൻകരകളിൽ നിന്നുമുള്ള പ്രതിഭകൾ കനകക്കുന്നിൽ സംഗമിക്കും. പ്രഭാഷണങ്ങളായും സംവാദങ്ങളായും ചിന്തകളും ആശയങ്ങളും പ്രകാശിക്കും. സാഹിത്യം, കല, സംഗീതം, സിനിമ, രാഷ്ട്രീയം, ശാസ്ത്രം തുടങ്ങി സംസ്കാരത്തിന്റെ വ്യത്യസ്ത ശബ്ദങ്ങൾ വിവിധ വേദികളിൽ പ്രതിധ്വനിക്കും. കലാവിരുന്നുകളും കാവ്യാലാപനങ്ങളും ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.